നമസ്കാരം. ഇനി ഈ കപ്പൽ ആടിയുലയും. ഇരട്ടച്ചങ്കന്റെ കാലം കഴിഞ്ഞു. കടക്കുപുറത്തെന്ന് പറഞ്ഞ പാർട്ടിയും പരിവാരങ്ങളും തന്നെ ആട്ടി ഓടിക്കുന്ന ഗതിയിലായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇന്ന് കേരള ജനതയ്ക്കുള്ള വെറുപ്പിനും വിദ്വേഷത്തിനും ഒരേയൊരു കാരണക്കാരനായി പലരും മുദ്രകുത്തുന്നത് അയാളെ തന്നെയാണ്. CPM-ൽ അനിഷേധൻ എന്ന പ്രതിച്ഛായ വളർത്തിയെടുക്കാനുള്ള കിണഞ്ഞ പരിശ്രമത്തിനിടെ ഉള്ള വില കൂടി തന്നെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇതൊന്നും ചുമ്മാ പടച്ചുവിടുന്നതല്ല കേട്ടോ. പാർട്ടി ജില്ലാ ഘടകങ്ങൾ തന്നെ നൽകുന്ന വിവരമാണിത്. പാർട്ടിയെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള കരുനീക്കങ്ങൾക്കെതിരെ പണ്ടില്ലാത്ത വിധം കടുത്ത എതിർ ശബ്ദങ്ങളാണ് ഇപ്പോൾ പിണറായിക്ക് നേരെ ഉയരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന്റെ ഉത്തരവാദിത്തം പിണറായിക്ക് മാത്രമാണെന്ന നിലപാടിലാണ് ജില്ലാ ഘടകങ്ങൾ പോലും. അതിൽ ആർക്കും പ്രത്യേകിച്ച് സംശയവുമില്ല. പിണറായിയുടെ ദാർഷ്ട്യവും സർക്കാരിന്റെ പ്രവർത്തന വൈകല്യങ്ങൾക്കെതിരായ പ്രതിഷേധവുമാണ് തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചതെന്ന് പാർട്ടി ഒന്നാകെ വിലയിരുത്തുന്നു. EP ജയരാജനെ പോലെയും AK ബാലനെ പോലെയുമുള്ള ഏറാൻ മൊഴികളെ മുന്നിൽ നിർത്തി എല്ലാ ജനവിരുദ്ധതയും ഇനി അധികകാലം വെളുപ്പിച്ചെടുക്കാനാവില്ലെന്നാണ് പാർട്ടി തിരിച്ചറിയുന്നു. പിണറായി ശൈലി മാറ്റാത്ത പക്ഷം അടുത്തു വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലടക്കം ബാലികേറാമലയാകും. ജനങ്ങൾ ഒട്ടാകെ ഇപ്പോൾ ഭയക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ഭരണം തുടർന്നാൽ കേരളം മറ്റൊരു ബംഗാളാവുമോ എന്നാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയം സർക്കാരിന്റെ ദുഷ്ടവൃത്തിയുടെ ഫലമെന്ന CPM എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ വിലയിരുത്തൽ അതിന്റെ സൂചകമാണ്. ജില്ലയിലെ സ്ഥാനാർത്ഥികൾ ദയനീയമായ തോൽവിയാണ് ഏറ്റുവാങ്ങിയതെന്നാണ് ജില്ലാ കമ്മിറ്റി വിലയിരുത്തുന്നത്. ഇതൊക്കെയും ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണ്. പിണറായിയും രാധാകൃഷ്ണനും ഒഴികെയുള്ള മന്ത്രിമാരുടെ പരിചയസമ്പത്തില്ലായ്മയും ക്ഷേമ പെൻഷനുകൾ സമയത്ത് നൽകാത്ത സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചതും ജനവിരുദ്ധ നിലപാടുകളും പ്രതിഷേധ വോട്ടായി മാറി. മുസ്ലിം സമുദായത്തെ പ്രീണിപ്പിക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവരുടെ വോട്ട് കാര്യമായി ലഭിച്ചതുമില്ല. ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു. അപ്പോഴാണ് SGയുടെ വിജയത്തോടെ തൃശൂരിൽ BJP അക്കൗണ്ട് തുറന്നതും. CPM വിരുദ്ധത ഇപ്പോൾ BJPയുടെ ശക്തിയായി മാറുന്നതിനെ കുറിച്ച് നേതാക്കന്മാർ പോലും ഇപ്പോൾ ഭയപ്പെടുകയാണ്. എറണാകുളം ജില്ലാ കമ്മിറ്റി മാത്രമല്ല, കേരളത്തിലെ ഭൂരിപക്ഷം ജില്ലാ കമ്മിറ്റികളും തോൽവിയുടെ ഉത്തരവാദിത്തം സർക്കാരിൽ ചുമത്തുകയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്ന് മാത്രമല്ല, CPI-യിൽ നിന്നും കഴിഞ്ഞ ദിവസം കടുത്ത വിമർശനം ഉയർന്നിരുന്നു. മറ്റൊരു സഖ്യകക്ഷിയായ കേരള കോൺഗ്രസ് മാണി വിഭാഗവും തങ്ങളുടെ കോട്ടയത്തെ പരാജയം സർക്കാർ വിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനമാണെന്നാണ് വിലയിരുത്തിയത്. എന്തിനധികം പറയുന്നു, മുതിർന്ന നേതാക്കന്മാർ പോലും മോദി ആരാധകൻ ആവുകയാണ്. അതിനുദാഹരണമാണല്ലോ കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ പ്രതികരണം. അതിനാൽ തന്നെ ഒന്നും മനസ്സിലാക്കാം, ഇനി അധികകാലം പിണറായിയുടെ അടക്കി ഭരണം കാണില്ല. പ്രതാപമൊക്കെ ക്ഷയിച്ചു തുടങ്ങി. അധികം വൈകാതെ അണികൾ തന്നെ ആട്ടി ഓടിക്കും. അതിനി അധിക ദൂരമില്ല.